നമസ്കാരം. മലയാളം വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മലയാളം വിഷൻ വയനാട്ടിലെ ജൈൻ സർക്യൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് നമ്മൾ ജൈൻ സർക്യൂട്ടിൽപ്പെട്ട മാനന്തവാടിയിലെ ആദിനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ആദിനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിൽ തന്നെ രൂപം കൊള്ളുകയും ഇന്ത്യയിലെമ്പാടും വളർന്ന് വികസിക്കുകയും ചെയ്ത മതമാണ് ജൈനമതം. ജൈനമതത്തിലെ ഈ കാലഘട്ടത്തിലെ ആദ്യ തീർത്ഥങ്കരനാണ് ഋഷഭദേവൻ. ഋഷഭദേവന് ഋഷഭനാഥ, ഇക്ഷ്വാകു, ആദിനാഥ, ആദീശ്വര, യുഗാദിദേവ, പ്രഥമ രാജേശ്വര എന്നെല്ലാം പേരുകൾ ഉണ്ട്. ഇക്ഷ്വാകു ഡൈനാസ്റ്റി സ്ഥാപകനായതുകൊണ്ടാണ് ഇക്ഷ്വാകു എന്ന പേര് ലഭിക്കുന്നത്. അയോധ്യയിൽ കുലകരി നഭിയുടെയും മരുദേവിയുടെയും പുത്രനായി പിറന്നതാണ് ഋഷഭദേവൻ്റെ ചരിത്രം. ഋഷഭദേവന് 2 ഭാര്യമാർ. ആദ്യത്തെയാൾ സുമംഗല. ഭാരതത്തിൻ്റെ പേരിന് കാരണമായ ഭരതൻ ഉൾപ്പെടെ 91 ആൺമക്കളും ബ്രാഹ്മി എന്ന മകളും ചേർന്നതാണ് സുമംഗലയിലുള്ള മക്കൾ. രണ്ടാമത്തെ ഭാര്യയായ സുനന്ദയിൽ ബാഹുബലി, സുന്ദരി എന്നിങ്ങനെ 2 മക്കളാണുള്ളത്. ഇതിൽ ബാഹുബലിയുടെ ശില്പമാണ് ശ്രാവണബലഗോളയിൽ കാണുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ. ഋഷഭദേവൻ്റെ ചിഹ്നം കാളയാണ്, മരമാകട്ടെ അരയാലും. ജൈനമതസ്ഥർ ഏറ്റവും കൂടുതൽ വണങ്ങുന്ന തീർത്ഥങ്കരന്മാരിൽ മുൻപിൽ നിൽക്കുന്ന ആളുമാണ് ഋഷഭദേവൻ. ഈ ഋഷഭദേവൻ്റെ പേരിൽ വയനാട്ടിലെ മാനന്തവാടിക്ക് 2 കിലോമീറ്റർ പടിഞ്ഞാറായി ഇടവക പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രമാണ് ശ്രീ ആദിനാഥ സ്വാമി ദിഗംബര ജൈനക്ഷേത്രം. 507 വർഷമാണ് അഗ്രഹാരത്തിൻ്റെ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം 1958 പുനർനിർമ്മിക്കുകയും ഈ അടുത്ത കാലത്ത് കുറേയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് നിത്യപൂജയുള്ള ഒരു ജൈനക്ഷേത്രമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പുറത്തുനിന്ന് വന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വ്യാപാരികളുടെ ഒരിടവും കൂടി ആയതുകൊണ്ട് പാണ്ടിക്കടവ് റോഡ് എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാണ്ടിക്കടവ് ജൈൻ ടെമ്പിൾ എന്നൊരു അപരനാമവും കൂടി ഈ ക്ഷേത്രത്തിന് ഉണ്ട്. കർണാടകത്തിലെ ശ്രാവണബലഗോളയിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായി വയനാട്ടിലേക്ക് കുടിയേറിയ ജൈനമതസ്ഥരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ ആദിനാഥ സ്വാമി ദിഗംബര ജൈനക്ഷേത്രം. ഇന്ത്യയിലെ 2ാമത്തെ ജൈൻ സർക്യൂട്ടായ വയനാട് ജൈൻ സർക്യൂട്ടിൻ്റെ ഭാഗവും കൂടിയാണ് ഈ ക്ഷേത്രം. ഇന്നത്തെ ബീഹാറിൽ ആരംഭിച്ച് ഇന്ത്യയിലുടനീളം വിവിധ രാജവംശങ്ങളുടെ പ്രധാനപ്പെട്ട മതമായിരുന്ന ജൈനമതം ഇന്ന് അവരുടെ അംഗസംഖ്യ ഇന്ത്യയിലുടനീളം വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. എന്നിരുന്നാലും കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ജൈനരുടെ സാന്നിധ്യം തെളിയിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നായിരുന്നു ജൈനമതം എന്നതാണ്. കേരളത്തിൻ്റെ സംസ്കാര രൂപീകരണത്തിലും ഉന്നതിയിലും ജൈനമതം വഹിച്ച പങ്കുകൾ ചെറുതല്ല. വയനാട്ടിലെ ഈ ജൈനക്ഷേത്രങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നതും ജൈനമതത്തിൻ്റെ ഈ പ്രത്യേകതകളാണ്. ആദിനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തയാഴ്ച ജൈൻ സർക്യൂട്ടിലെ മറ്റൊരു ക്ഷേത്രവുമായി കാണുന്നത് വരെ ബൈ.